യെസ്, വെൽക്കം ടു റേസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം രത്നാമിസ്. അപ്പൊ മക്കളെ, നമുക്ക് എന്തായാലും ചോദ്യം വരും കഥാപാത്ര നിരൂപണം. അപ്പൊ നമ്മൾ വിചാരിച്ചതുപോലെ ഫിസയുടേതായിരിക്കില്ല മാക്സിമം എന്താണ് നമുക്ക് വരാൻ സാധ്യതയുള്ള കഥാപാത്ര നിരൂപണം വരികയാണെങ്കിൽ നമുക്ക് എന്താണ് ഹാഫിസിൻ്റെത് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉമ്മയുടേത് പ്രതീക്ഷിക്കാം. ഈ രീതിക്കൊക്കെ എന്താണ് നമ്മൾ കുറച്ചുകൂടെ വിചാരിക്കുന്നതിന്റെ അപ്പുറത്തുള്ള ഏതെങ്കിലും ഒരു കഥാപാത്ര നിരൂപണമായിരിക്കും നമുക്ക് എക്സാമിൽ ചോദിക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും ഒരു കഥാപാത്ര നിരൂപണം എങ്ങനെ എഴുതണമെന്നും ഹാഫിസിന്റെ ഒരു കഥാപാത്ര നിരൂപണവും നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അത് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ നിങ്ങൾ മറന്നു പോകരുത്. തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ കൂടെ നിങ്ങൾ ഇനേബിൾ ചെയ്ത് വെക്കുക. അപ്പൊ വീഡിയോയിലേക്ക് കടന്നാലോ. എങ്ങനെ കഥാപാത്ര നിരൂപണം എഴുതണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എന്നാലും എന്താണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കഥാപാത്ര നിരൂപണം എഴുതുന്ന സമയത്ത് ആ കഥാപാത്രത്തിന്റെ പേര് തലക്കെട്ടായിട്ട് കൊടുക്കണം. പാഠം, എഴുത്തുകാരൻ, എന്താണ് ആ പാഠത്തിന്റെ പ്രമേയം എന്നുള്ളത് തുടങ്ങിക്കൊണ്ട് ഇതിലെ കേന്ദ്ര കഥാപാത്രമാണ് ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം ഒരു 4 വരിയിലായിരിക്കണം ഫസ്റ്റ് എന്ത് ചെയ്യേണ്ടത്, ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ആമുഖം തുടങ്ങാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ആ വ്യക്തിക്ക് മറ്റു വ്യക്തികളുമായിട്ടുള്ള ബന്ധം, ആ വ്യക്തിയുടെ രൂപം, ആ വ്യക്തിയുടെ സ്വഭാവം, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, വിശദീകരിച്ച് വരണം. ആ വ്യക്തിയുടെ വ്യക്തിത്വം അല്ലെങ്കിൽ സ്വഭാവം വ്യക്തമാക്കുന്ന സന്ദർഭങ്ങൾ, സംഭാഷണങ്ങൾ, ഇതൊക്കെ എടുത്തെഴുതാനും നമ്മൾ മറന്നു പോകരുത്. ശേഷം എന്ത് ചെയ്യണം, ആ വ്യക്തി സമൂഹത്തിലെ ഏതെങ്കിലും ആളുകളുടെയൊക്കെ എന്താ പറയുക, ആളുകളുടെയൊക്കെ ഒരു പ്രതിനിധിയാണോ, അല്ലെങ്കിൽ നമുക്ക് മാതൃകയാക്കാവുന്ന നല്ലൊരു വ്യക്തിത്വമാണോ, അല്ലെങ്കിൽ എന്താ പറയുന്നത് ഇതുപോലുള്ള ആളുകൾ അല്ലെ സമൂഹത്തിന് എന്താണ് ഒരു ജീർണതയാണ്, അല്ലെങ്കിൽ സമൂഹത്തിന് എന്താ പറയുന്നത് ഒരു തോൽവിയാണെന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ രീതിക്ക് എന്ത് ചെയ്യണം, നമ്മൾ എന്താണ് ആ വ്യക്തി നമുക്ക് നൽകുന്ന ഒരു സന്ദേശം എന്നുള്ളത് കൂടെ നമ്മൾ എന്ത് ചെയ്യുക, കൺക്ലൂഷൻ ഭാഗത്ത് അല്ലെങ്കിൽ അവസാന ഭാഗത്ത് കൊടുത്തുകൊണ്ട് വേണം നിങ്ങൾ കഥാപാത്ര നിരൂപണം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തൊക്കെ വേണം, തലക്കെട്ട് വേണം. അപ്പൊ പാഠം, കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ കഥാപാത്രത്തിനുള്ള സ്ഥാനം ഇതിലെ ഈ ഒരു കഥയിലെ കേന്ദ്ര കഥാപാത്രമാണ് അല്ലെങ്കിൽ മുഖ്യ കഥാപാത്രമാണെന്ന് പറയാം. ആ വ്യക്തിയുടെ രൂപം അല്ലെങ്കിൽ മറ്റ് വ്യക്തികളുമായിട്ടുള്ള ബന്ധം എന്താന്ന് പറയണം. പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഹാഫിസ് പറയുകയാണെങ്കിൽ എന്താണ്, ഫിസയുടെ ഭർത്താവാണ്. പിന്നെ അതുപോലെ തന്നെ ആ വ്യക്തിയുടെ സ്വഭാവം വ്യക്തമാക്കുന്ന സന്ദർഭം, സംഭാഷണം, ആ ബ്രഷ് തട്ടിട്ടാളുന്നത്, അതുപോലെ തന്നെ എന്താണ് അവളെ എന്താണ് അവളോട് വരവേണ്ട എന്നൊക്കെ പറയുന്നത്, അങ്ങനത്തെ കുറേ സന്ദർഭങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ എടുത്തെഴുതുക. പിന്നത്തെ അവസാനം എങ്ങനെയാണ്, ആള് മാതൃകയാണോ അല്ലെങ്കിൽ നമുക്ക് മാതൃകയാക്കാൻ പറ്റാത്ത വ്യക്തിയാണോ എന്നൊക്കെ അവസാനത്തിലേക്ക് പറയാം. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. ഹാഫിസിൻ്റെത് E.K. ഷാഹിനയുടെ ചിത്രകാരി എന്ന കഥയിലെ പ്രധാന കഥാപാത്രമായ ഫിസയുടെ ഭർത്താവാണ് ഹാഫിസ്. ഒരു കച്ചവടക്കാരനായ ചെറുപ്പക്കാരനാണ് ഹാഫിസ്. ഭാര്യ എല്ലാ വീട്ടുകാര്യങ്ങളും നോക്കി തൻ്റെ ഭർത്താവിൻ്റെയും മക്കളുടെയും മറ്റും ബന്ധുക്കളുടെയും ക്ഷേമം അന്വേഷിച്ച് മാത്രം ജീവിക്കേണ്ടവളാണ് എന്ന പരമ്പരാഗതമായിട്ടുള്ള ചിന്താഗതിക്കാരനാണ് ഹാഫിസ്. ഹാഫിസിന്റെ ഈ മനോഭാവത്തിന് പിൻബലമേകാൻ അയാളുടെ ഉമ്മയുമുണ്ട്. പക്ഷേ ഒരു ഭാര്യയുടെ അത്യാവശ്യ ഉത്തരവാദിത്തങ്ങളെല്ലാം നിറവേറ്റിയ ശേഷമാണ് തൻ്റെതായ സ്വസ്ഥതയും സ്വാതന്ത്ര്യവുമെല്ലാം അനുഭവിക്കുകയും തൻ്റെതായ ഭാവനയുടെ ലോകത്തിൽ വിഹരിക്കുകയും ചെയ്യണമെന്ന ചിന്താഗതിക്കാരിയാണ് ഫിസ. ഭാര്യയോടുള്ള പെരുമാറ്റത്തിന്റെ മറ്റു ബന്ധുക്കളുടെയും അഭിപ്രായത്തെ പിന്തുണയ്ക്കാൻ മാത്രമേ അയാൾക്കാകുന്നുള്ളൂ. മാത്രമല്ല, ഭാര്യയുടെ കഴിവിന്റെയും സർഗാത്മക വാസനയുടെയും മുന്നിൽ തെല്ലൊരു അപകർഷതാ മനോഭാവവും പുലർത്തുന്ന ആളാണ് ഹാഫിസ്. അല്ലെ, അയാൾക്കൊരു തൻ്റെ ഭാര്യ കുറച്ചുകൂടെ ഒരു ഉയർന്നവളാണ്, കഴിവുള്ളവളാണ്, തനിക്കതില്ലല്ലോ എന്നുള്ള ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കൂടെ ആർക്കുണ്ട്, അപകർഷതാ ബോധം കൂടെ ആർക്കുണ്ട്, നമ്മുടെ ഹാഫിസിനുണ്ട്. തന്നേക്കാൾ ഉയർന്നു പറക്കാൻ തൻ്റെ ഭാര്യയെ അനുവദിച്ചു കൂടെന്ന പരമ്പരാഗത ചിന്തയുടെ തറവാടിയാണ് അയാൾക്ക് തൻ്റെ ഭാര്യയോട് വെറുപ്പില്ലെങ്കിലും അസഹിഷ്ണുതയുണ്ട്. ഈ അസഹിഷ്ണുതയാണ് അവളുടെ ചിത്രരചനയുടെ സാമഗ്രികൾ തട്ടിയെറിപ്പിക്കാൻ അയാളെ പ്രേരിപ്പിച്ച വികാരം. അസഹിഷ്ണുത കാലത്തിനൊത്ത മാനസിക വികാസത്തിന്റെ അഭാവം, വെറുപ്പ്, വിദ്വേഷം, അസൂയ, അപകർഷത, ഇവയൊക്കെയാണ് ഹാഫിസിന്റെ സ്വഭാവത്തിന്റെ ന്യൂനതകൾ അഥവാ പോരായ്മകൾ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് കഥാപാത്ര നിരൂപണം തയ്യാറാക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ നിങ്ങൾക്ക് സംഭാഷണങ്ങളൊക്കെ അറിയെങ്കിൽ നിങ്ങൾക്ക് ആ സംഭാഷണങ്ങൾ എഴുതാം. ഇന്നത്തെ സമൂഹത്തിലെ ഇത്തരം പുരുഷ മേധാവിത്വം ആഗ്രഹിക്കുന്ന പുരുഷന്മാരുടെയൊക്കെ പ്രതിനിധിയാണ് ഹാഫിസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇപ്പോൾ ഒരു ഏകദേശ ധാരണ എങ്ങനെയാണ് നമ്മളൊരു കഥാപാത്ര നിരൂപണം എഴുതേണ്ടത് എന്നതിനെ കുറിച്ച് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ സന്തോഷം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറന്നു പോകരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ, ബൈ.